KTU 2019 സ്കീം S1S2 ബേസിക് ഇലക്ട്രിക്കലിൻ്റെ മൊഡ്യൂൾ 2. സോ ക്ലാസ്സിൽ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചതാണ്. അപ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. അതിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. സെക്കൻഡ് വണ്ണിൻ്റെ തിയറിയാണ് ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കണ്ടക്ടറോ ഏതെങ്കിലും ഒന്ന് മൂവിങ് ആയിരിക്കും. അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇക്വേഷൻ BLV sin θ എന്നാണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. L എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്. V ഏതാണ് മൂവ് ചെയ്യണത്, കണ്ടക്ടറാണോ മാഗ്നറ്റിക് ഫീൽഡാണോ ആ മൂവ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റിയാണ്. θ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. നെക്സ്റ്റ് നമുക്ക് ഒരു ചെറിയ ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K. 2 കറണ്ട് ക്യാരിങ് കോയിൽസ് അടുത്തടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ കോയിൽസിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സസ് പരസ്പരം ലിങ്ക് ചെയ്യും. സോ നമ്മൾ ആ കോയിൽസ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണെന്ന് പറയും. അപ്പോൾ ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മറ്റൊരു കോയിലിനെ എത്ര പെർസെൻറ്റേജ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ അതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ 2 കോയിൽസ് ഉണ്ട്. അതിൽ കറണ്ട് I1 ഫ്ലോ ചെയ്യുമ്പോൾ Φ1 ഫ്ലക്സ് ഉണ്ടാവും. ആ Φ1ൻ്റെ ഒരു ഫ്രാക്ഷൻ K1 Φ1 ഫ്ലക്സ് ആണ് രണ്ടാമത്തെ കോയിലിനെ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുലയൊക്കെ എഴുതാൻ പഠിച്ചതാണ്. സോ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് I1 കറണ്ട് കാരണം Φ1 ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ 2 കോയിൽസും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. K1 Φ1 N2/I1. സിമിലർലി സെക്കൻഡ് കോയിലിൻ്റെ ഫ്ലക്സ് കാരണം ഫസ്റ്റ് കോയിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസും എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് 1ഉം 2ഉം കിട്ടും. എന്നിട്ട് 1 × 2 ചെയ്യാം. അപ്പോൾ നമുക്ക് M² = K1 K2 L1 L2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ സ്ക്വയർ ചേഞ്ച് ചെയ്ത് M = √K1 K2 √L1 L2 എന്ന് എഴുതാം. ഈ K1 K2 കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ ഒറ്റ കോൺസ്റ്റൻറ്റ് K ആയിട്ട് വിളിക്കാം. സോ ആ ഇക്വേഷനെ നമുക്ക് K = M/√L1 L2 എന്ന് എഴുതാം. സോ ഈ Kനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഐഡിയൽ കേസിൽ Kയുടെ വാല്യൂ 1 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു കമ്പാരിസനാണുള്ളത്. ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിലുള്ള കമ്പാരിസൺ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന തുല്യമാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ വോൾട്ടേജിന് സിമിലർ ആണ് അല്ലെങ്കിൽ EMFന് സിമിലർ ആണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് തുല്യമാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിനെ നമ്മൾ EMF/റെസിസ്റ്റൻസിന് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലക്സിനെ നമുക്ക് MMF/റിലക്റ്റൻസിന് ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രിക് സർക്യൂട്ടും അതിൻ്റെ കോൺസെപ്റ്റ്സൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫ്ലക്സ്, MMF, റിലക്റ്റൻസ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും ഫോർമുലാസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ടേം ലീക്കേജ് ഫ്ലക്സ് ആണ്. സോ നമ്മളൊരു അയൺ റിംഗ് കൺസിഡർ ചെയ്യുകയാണ്. അതിനകത്ത് ചെറിയൊരു എയർ ഗ്യാപ്പും ഉണ്ട്. നമ്മൾ ഈ അയൺ റിങ്ങിലൊരു കോയിൽ വൈൻഡ് ചെയ്തിട്ട് അതിൽ കറണ്ട് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് അയൺ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഇൻറ്റൻഡഡ് പാത്ത് എന്ന് പറയുന്നത്. ഓർ നമുക്കതിനെ ആ ഇൻറ്റൻഡഡ് പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിനെ നമുക്ക് യൂസ്ഫുൾ ഫ്ലക്സ് എന്ന് വിളിക്കാം. പക്ഷേ കുറച്ച് ഫ്ലക്സ് എയർ ഗ്യാപ്പിലും സ്പ്രെഡായിട്ട് പോവും. അതിനെ നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയും. ഇനി എയർ ഗ്യാപ്പ് എത്തുമ്പോൾ ആ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിന് ചെറിയൊരു ബൾജിങ് വരും. അതിനെ നമ്മൾ ആ ഒരു എഫക്റ്റിനെ ഫ്രിഞ്ചിങ് എന്ന് വിളിക്കും. ഇനി ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ പലതരം മെറ്റൽസ് വരാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റൽസ് വരാം. അപ്പോൾ ആ നമ്മളുടെ ഫിഗറിൽ ആക്ച്വലി 3 മാഗ്നറ്റിക് സർക്യൂട്ടും ഒരു എയർ ഗ്യാപ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ റിലക്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ടോട്ടൽ റിലക്റ്റൻസ് കാണുമ്പോൾ ഇപ്പോൾ റെസിസ്റ്റേഴ്സ് സീരീസ് വന്നാൽ നമ്മൾ ഇക്വലൻ്റ് കാണാൻ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ റിലക്റ്റൻസസ് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റിലക്റ്റൻസ് കണ്ടെത്താൻ പറ്റും. ഇൻഡിവിജ്വലായിട്ടുള്ള മെറ്റീരിയലിൻ്റെ റിലക്റ്റൻസ് കണ്ടിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫുൾ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ കോമ്പോസിറ്റ് സർക്യൂട്ടിൻ്റെ ടോട്ടൽ റിലക്റ്റൻസ് കണ്ടെത്താം. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്.
ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും ആ ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് വരുന്നത്, അതായത് മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഫാരഡേസ് ലോ, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എല്ലാം പഠിച്ചതാണ്. സോ d∅dt ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഫ്ലക്സ് നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? φm sin ωt ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് V = Vm sin ωt എന്ന് കിട്ടും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഇക്വേഷൻ V = Vm sin ωt എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ടൈം പീരീഡ്, ഒരു വേവ് ഫോം അതിൻ്റെ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ആവും, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഫേസ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ ഫൈ. ഒരു വേവ് ഫോം അതിൻ്റെ 0 പോയിൻ്റ് ഓഫ് റെഫറൻസിൽ നിന്നും എത്ര ടൈം പീരീഡ് പാസ് ചെയ്തു അല്ലെങ്കിൽ ഇലാപ്സ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഫേസ് ആംഗിൾ ഡിഫൈൻ ചെയ്യണത്. ഇനി ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും പ്രോബ്ലംസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ തിയറി പാർട്ടായിട്ട് വരുന്നത്.